2025-26 വർഷത്തെ പനത്തടി പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ് ബജറ്റ് അവതരിപ്പിച്ചു. 2025-26 ബഡ്ജറ്റിന്റെ സംക്ഷിപ്ത രൂപം കൃഷി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 4,32,000 രൂപ, മൃഗപരിപാലനം മൃഗസംരക്ഷണം 33,61,000 രൂപ, കുടിവെള്ള വിതരണവും കുടിവെള്ള സംരക്ഷണത്തിനും 34 ലക്ഷം രൂപ, പാലിയേറ്റീവ് പരിചരണം ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് 75,07 ലക്ഷം രൂപ, ശുചിത്വ പരിപാടികൾക്കായി 12,49,000 രൂപ, ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികൾക്കായി 95,53,000 രൂപ, വൃദ്ധജനക്ഷേമത്തിനായി 27,28,000 രൂപ, ഭിന്നശേഷി 1,11,000 രൂപ, അംഗൻവാടി മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ശിശുവനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 65,85,000 രൂപ, തൊഴിൽ നൈപുണ്യം വികസനം 1,05,000 രൂപ, ദാരിദ്ര്യ ലഘൂകരണം 9 കോടി രൂപ, വിദ്യാഭ്യാസം 11,99,000 രൂപ, റോഡ് മെയിൻ്റനൻസ് 2,06 ലക്ഷം രൂപ, റോഡിതര ആസ്തി സംരക്ഷണത്തിനായി 3,29 ലക്ഷം രൂപ, ഗ്രാമപഞ്ചായത്തിന്റെയും ഘടക സ്ഥാപനങ്ങളുടെയും സേവനം മെച്ചപ്പെടുത്തുന്നതിന് 25,41,000 രൂപ തുടങ്ങി ഈ ബജറ്റിൽ വകയിരുത്തി. 2025-26 വർഷത്തെ ബഡ്ജറ്റിൽ വിവിധ മേഖലകൾക്ക് ഫണ്ട് നീക്കിവെച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉൽപാദന മേഖലകളും സേവന മേഖലകളും ഒക്കെ തന്നെ ആ നിലയ്ക്ക് തന്നെ പരിഗണന കൊടുക്കാവുന്ന നമ്മുടെ ഫണ്ടിൻ്റെ സാധ്യത വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്ത് ഇതിനു മുമ്പ് തന്നെ ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ തന്നെ ആസൂത്രണ സമിതി, അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് ഒക്കെ തന്നെ യോഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് വിവിധ മേഖലകളിലെ പദ്ധതികൾ തയ്യാറാക്കുകയും. പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ലത അരവിന്ദ്, രാധാകൃഷ്ണയെ, സുപ്രിയ ശിവദാസ്, സജിനി മോൾ, സൗമ്യ മോൾ, പ്രീതി KS, മഞ്ജുഷ N, KK വേണുഗോപാൽ, രഘുനാഥ്, പത്മനാഭൻ കണ്ണോത്ത് എന്നിവർ സംബന്ധിച്ചു. സുബിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.